വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഈ ചൂടത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റേർഡിന്റെ റെസിപ്പി നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, എന്നാൽ ഭയങ്കര റിഫ്രഷിംഗും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് കാമിയോ. അപ്പോൾ ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കാനായിട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കാം. ആദ്യം തന്നെ 1 ലിറ്റർ ഫുൾ ഫാറ്റ് ഉള്ള പാല് കേട്ടോ. നല്ല കട്ടിയുള്ള പാല് 1 ലിറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാവട്ടെ. ഇപ്പോൾ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് പാല്. നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് ആണെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഷുഗറാണ് ചേർക്കുന്നതെന്നേ ഉള്ളൂ. കണ്ടൻസ് മിൽക്ക് ചേർക്കാം, പിന്നെ ഫ്രഷ് ക്രീം ഒക്കെ വേണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് 3-4 ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ട് ഉണ്ടാക്കുന്നതാണേ. പക്ഷേ ഇതിന് തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കസ്റ്റേർഡ് മിൽക്ക് ആഡ് ചെയ്യണം. ഇതൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ, ഒരു 1/4 കപ്പ് തണുത്ത പാലിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാണ് കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തിട്ട് കൈ വിടാതെ ഇളക്കണം. നല്ല അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിൽ വെക്കാം. കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടെ ആഡ് ചെയ്യാം. ഇത്ര മതി കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു വലിയ ഗ്ലാസ് ബൗളിലേക്ക്, ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ആറിയ ശേഷം ക്ലിംഗ് ഫിലിം ഒന്ന് റാപ്പ് ചെയ്തിട്ട് നമുക്കൊരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണേ. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. എനിക്ക് ഇതാ ഇഷ്ടം, അതുകൊണ്ടാണ്. ഇതിലും കുറച്ചും കൂടെ കട്ടിയാവത്തുള്ളൂ തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും. നിങ്ങൾക്ക് ഇതിലും കൺസിസ്റ്റൻസി തിക്കായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ടതിന് പകരം നിങ്ങളൊരു 4 ടേബിൾ സ്പൂണെങ്കിലും ഇട്ട് കൊടുക്കണേ. നമ്മുടെ കസ്റ്റേർഡ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതൊരു ഓവർനൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രേപ്സും ആപ്പിളും പോമഗ്രാനറ്റോ ചേർക്കുന്ന, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ മിക്സ് ചെയ്ത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതാണേ. നമുക്കിനി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് ലെയർ ആയിട്ട് സെർവ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്താൽ മതി കേട്ടോ. ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ തിക്കായിട്ട് വേണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റേർഡ് പൗഡറിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ മാങ്ങയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണേ. ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇത് സെർവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് തരണം. വേറെ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി. ബൈ.